ഹിന്ദി ഭാഷാ വിവാദത്തിൽ രൂക്ഷ വിമർശനമായി ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രി പവൻ കല്യാൺ. ഹിന്ദി ഭാഷ രാജ്യത്തെ ഒന്നിപ്പിക്കുന്ന ശക്തി. ജോലിക്കും പഠനത്തിനും വേണ്ടി വിദേശ ഭാഷ പഠിക്കുന്ന ഇന്ത്യക്കാർ ഹിന്ദി പഠിക്കാൻ എന്തിന് വൈമനസ്യം കാട്ടുന്നു എന്ന് പവൻ കല്യാൺ ചോദിച്ചു. ഹിന്ദി ആരും അടിച്ചേൽപ്പിക്കുന്നില്ല, വെറുപ്പ് ഉപേക്ഷിക്കണമെന്നും ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രി പറഞ്ഞു. വിവരം നൽകാനായി ശ്രീകാന്ത് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, വിശദാംശങ്ങൾ. എങ്കിൽ അതിന്റെ ഒരു പൊളിറ്റിക്കൽ ഡയമെൻഷൻ വളരെ വലുതാണ്. നമ്മളതിനെ നിസ്സാരമായി കാണുന്ന പോലെയുള്ള ഒരു സംഗതിയല്ല അത്. അതിന് വലിയ പൊളിറ്റിക്കൽ ഡയമെൻഷൻസ് ഉണ്ട്, രാഷ്ട്രീയ മാനങ്ങളുണ്ട് ആ കാര്യത്തിന്. കാരണം ഒരു തെക്കേ ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ ഉപമുഖ്യമന്ത്രി മാത്രമല്ല, അദ്ദേഹം ആ ഭാഗത്തെ നമ്മുടെ ആ മേഖലയിലെ വളരെ അറിയപ്പെടുന്ന ഒരു സിനിമാ താരവും ആളുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന ആളും കൂടിയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേന്ദ്ര സർക്കാരിന് നൽകുന്ന ഊർജം തീരെ ചെറുതല്ല. അതിനെ ആ രീതിയിലാണ് നമ്മൾ അത്രയേറെ പ്രാധാന്യത്തോടെയാണ് കാണേണ്ടത്. അതിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, ഹിന്ദി ഭാഷ രാജ്യത്തെ ഒന്നിപ്പിക്കുന്ന ശക്തിയാണെന്ന് പവൻ കല്യാൺ പറയുന്നു. ജോലിക്കും പഠനത്തിനും വേണ്ടി വിദേശ ഭാഷ പഠിക്കുന്ന ഇന്ത്യക്കാർ ഹിന്ദി പഠിക്കാൻ എന്തിനു വൈമനസ്യം കാട്ടുന്നു എന്നാണ് പവൻ കല്യാൺ ചോദിക്കുന്നത്. ഹിന്ദി ആരും അടിച്ചേൽപ്പിക്കുന്നില്ല, രാജ്യത്താകമാനം ആശയവിനിമയത്തിനുള്ള ഉപാധി മാത്രമാണ് ഹിന്ദി എന്നും പവൻ കല്യാൺ പറയുന്നു. വെറുപ്പ് ഉപേക്ഷിക്കണമെന്നും പ്രാദേശികതയുടെയോ ഭാഷയുടെയോ പേരിൽ ഹിന്ദിയെ അകറ്റി നിർത്തരുതെന്നും നിലവിൽ പവൻ കല്യാൺ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതിനെ അർഹിക്കുന്ന പ്രാധാന്യത്തോടെ ഏറ്റെടുക്കണം എന്നുള്ളതാണ് ഈ പരാമർശത്തെ പറയാനുള്ളത്. കാരണം വളരെയേറെ സ്വാധീനമുള്ള തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള നടൻ കൂടിയാണ് പവൻ കല്യാൺ. ആന്ധ്രാപ്രദേശിന്റെ ഉപമുഖ്യമന്ത്രിയാണ്. തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഹിന്ദിയെ എതിർക്കുന്നു എന്നൊരു പ്രതീതി ഉയർത്താൻ തമിഴ്നാട്ടിൽ DMKയുടെ മുഖ്യമന്ത്രി സ്റ്റാലിൻ അടക്കം ശ്രമിക്കുമ്പോഴാണ് പവൻ കല്യാൺ അതിശക്തമായ പിന്തുണയുമായി രംഗത്ത് വരുന്നത്. എന്തായാലും രാജ്യത്തെ വിഘടനവാദ പ്രവർത്തനങ്ങൾ നടത്താൻ ശ്രമിക്കുന്ന തെക്കേ ഇന്ത്യയിലെ ചില മുഖ്യമന്ത്രിമാർക്കെതിരായ കൃത്യമായ സന്ദേശമാണ് പവൻ കല്യാണിന്റേത്.